ഈ വാനിലാകുമ്പോ എല്ലാ വജ്രങ്ങളും സുരക്ഷിതമായിരിക്കും. ഇനി ഇത് കെയർഫുൾ ആയിട്ട് ടൗൺ ഹാളിലെ ഡയമണ്ട് എക്സിബിഷനിൽ കൊണ്ടെത്തിക്കണം. ബഹദൂറെ, നീ നമ്മുടെ ജീപ്പിൽ ഫോളോ ചെയ്യേ. അതിനു മുൻപ് ഞാൻ എന്റെ മേക്കപ്പ് ഒന്ന് ചെറുതായിട്ട് ടച്ചപ്പ് ചെയ്തു. ഓലക്കേടെ മൂട് എന്തിനാടാ ഇങ്ങനെ കിടന്ന് ധൃതി വെക്കുന്നത്? എന്റെ മേക്കപ്പ് മുഴുവൻ പോയില്ലേ? എന്താ അമ്മാവാനന്ദ്രവന്മാരെ, സമയം പോന്ന കണ്ടില്ലേ? വിഷമിക്കേണ്ട പോലീസ് മാഡം, ഇതിന്റെ ടയറുകളിൽ ചീറ്റയുടെ അടയാളമുണ്ട്. ഈ വാൻ നമ്മളെ ചീറ്റയുടെ സ്പീഡിൽ ടൗൺ ഹാളിൽ എത്തിക്കുന്നേ. എത്രയും പെട്ടെന്ന് ആ ഖാലിമാർ ഡയമണ്ട് അടിച്ചു മാറ്റി ഞാൻ കോടീശ്വരനാകും. കാട്ടിൽ നൃത്തം ചെയ്യുന്ന മയിലിനെയും നാട്ടിൽ വിലസി നടക്കുന്ന കള്ളനെയും ആർക്കും പിടിക്കാനാവില്ല. അവിടെ കിടക്കട്ടെ. ആരാടാ നട റോഡിൽ ഇങ്ങനെ ബാരല് കൊണ്ടുവന്ന് ഇട്ടത്? ഇവിടെ ആരുമില്ലേ? ഈ ട്രാഫിക് ബ്ലോക്ക് മാറ്റി തന്നതിന് താങ്ക് യു. മെൻഷൻ നോട്ട് സാറേ, ഇതൊക്കെ എന്റെ ജോലിയല്ലേ. ഇപ്പൊ വരുന്നു മാഡം. അവതരിപ്പിക്കുന്നു കാലിമാർക്ക് ഡയമണ്ട്. എടാ, ഈ ഡയമണ്ട് എങ്ങനെയാടാ മുട്ടയിട്ടത്? ബഹദൂറെ, നിന്റെ വണ്ടിന്ന് ഡയമണ്ട് അടിച്ചു മാറ്റിയിട്ട് അതുപോലെ നീ അറിഞ്ഞില്ലേ? പോലീസ് മാഡം, ഈ വാനിന്റെ ടയറുകളിൽ ചീറ്റയുടെ അടയാളം ഇല്ലല്ലോ. എന്ന് വെച്ച ഡയമണ്ട് മാത്രമല്ല അടിച്ചു മാറ്റിയിരിക്കുന്നേ, ആ വണ്ടി മുഴുവൻ അടിച്ചു മാറ്റിയിരിക്കുക. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? പോലീസ് മാഡം, കള്ളന് ഒരുപാട് ദൂരം പോകാൻ ചാൻസ് ഇല്ല. ഇപ്പൊ തന്നെ സിറ്റിന്ന് പുറത്തു പോകാനുള്ള എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്യാൻ പറ. അപ്പൊ കള്ളന് ഫണ്ടൂഷ് നഗർ കടന്ന് പോവാൻ പറ്റില്ല. നിന്നെ സമ്മതിക്കണം സൂത്രക്കാരൻ കള്ളം കുട്ടാ. ഡയമണ്ട് കൊണ്ടുപോകുന്ന വണ്ടി ഞാൻ വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടിയാക്കി മാറ്റിയില്ലേ? ഇനി ഞാനൊന്ന് കാണട്ടെ. ഞാൻ സിറ്റി കടന്നു പോകുന്നത് ആളുകൾ കാണുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. കാട്ടിൽ നൃത്തം ചെയ്യുന്ന മയിലിനെയും സിറ്റിയിൽ വിലസി നടക്കുന്ന കള്ളനെയും ആർക്കും തോൽപ്പിക്കാനാകില്ല മോനെ. നിർത്തിക്കേ, വണ്ടി നിർത്തിക്കേ. മാഡം എന്തുട്ട കൈ കാണിച്ചേ? ഇത് ചപ്പും ചവറും കൊണ്ടുപോണ വണ്ടിയാണ്. അവിടെ ഒരു സ്ഥലത്ത് ഡ്രെയിനേജിന്റെ പൈപ്പ് പൊട്ടിയേക്കാണ്. അതെ, പിന്നെ മാഡം, ഞാനിപ്പോ പോയില്ലെങ്കിലേ നാട് മൊത്തം മാറിപ്പോകും. പിന്നെ എല്ലാവരുടെ മൂക്ക് അടച്ചു പിടിച്ചോണ്ട് നടക്കേണ്ടി വരും. ഇവനെ വിട്ടേക്ക്. നിക്ക്, ഈ പെയിന്റിന്റെ ഫ്രഷ് ആയ മണം ഇത് എവിടുന്നയാ വരുന്നേ? ഇതിപ്പോ പെയിന്റ് അടിച്ച വണ്ടി പോലെ ഉണ്ടല്ലോ. വണ്ടീന്റെ ടയറുകളിൽ ചീറ്റയുടെ അടയാളം ഉണ്ടല്ലോ. അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ഡയമണ്ട് വാൻ ഇത് തന്നെയാണ്. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് സ്കൂട്ട് ആവണം. വണ്ടി തിരിക്കാൻ പോലും സ്ഥലമില്ലല്ലോ. റിവേഴ്സ് ഗിയർ ഇട്ടേക്കാം. പോത്തിന്റെ വാലെ പിടിച്ച് വലിച്ചതുപോലെ എങ്ങോട്ടാണ് ഈ ഓടി പോന്നേ? ഇന്നു വിട്ടു പോ ബഹദൂറെ. അതെ പോലീസ് മാഡം, ഒന്ന് നിക്ക്. പോലീസ് മാഡം, എന്നെ നിങ്ങളോടൊപ്പം കൊണ്ടുപോ. പോലീസ് മാഡം. ഡയമണ്ട് അമ്മാവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ അനന്തരവൻ കൂടെ ഉള്ളപ്പോ അമ്മാവനൊന്നും സംഭവിക്കില്ലടാ.
പോലീസ് മാഡം, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഈ A1 ഡിറ്റക്റ്റീവ് ഏജൻസി ഉള്ളതുവരെ ഈ കാലിമർ ഡയമണ്ട് കൊണ്ട് ഫണ്ടൂഷ് നഗർ വിട്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല. അത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയുവോ? വല്ല നീയാണോ എന്നെ പണ്ടൂഷ് നഗറിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നത്? എനിക്കൊന്നും അറിയണ്ട മാവ. ഇന്ന് വൈകുന്നേരത്തിനകത്ത് എങ്ങനെങ്കിലും കള്ളറെ പിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ തന്റെ സാലറിന്ന് 50% കാട്ട്. അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ. നിങ്ങൾ റഫു ചക്കർ ട്രാവൽസ് ഏജൻസിയുടെ കോൺടെസ്റ്റിൽ വിജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ടിംബക്ടുവിലേക്ക് 2 ടിക്കറ്റ് ഫ്രീ ആണ്. അത് കൊള്ളാലോ ബല്ലേട്ടാ. വല്ലാത്തൊരു സർപ്രൈസ് ആണല്ലോ എനിക്ക് തന്നത്. ഞാൻ തന്നെ ഇപ്പൊ സർപ്രൈസ്ഡ് ആണ്. ഞാൻ ഒരു കോൺടെസ്റ്റിലും അങ്ങനെ പങ്കെടുത്തിട്ടില്ലല്ലോ. ഓ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അപ്പോൾ നിങ്ങൾ ബല്ലെ അല്ലേ? അയ്യോ, എനിക്ക് വീട് മാറിപ്പോയെന്ന് തോന്നുന്നത്. സോറി. അല്ലല്ല, സൗജന്യമായി കിട്ടുന്ന ഏതൊരു സാധനത്തിനും ബെല്ലയുടെ അഡ്രസ് കറക്റ്റ് ആയിരിക്കും. ആ, അത് പറ സാറേ. ഓക്കെ സാറേ, റെഡി ആയിക്കോളൂ. ഇന്ന് രാത്രി ഫ്ലൈറ്റ് പുറപ്പെടും. ഇന്ന് രാത്രിയോ? അയ്യോ, ഞാൻ ഇതുവരെ ഒന്നും പാക്ക് ചെയ്തിട്ട് പോലില്ലല്ലോ. ഹലോ മാഡം, അതൊന്നും ഓർത്ത് മാഡം വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രസ്സും മറ്റു സാധനങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ട്രാവൽസ് നിങ്ങൾക്കായി ഒരുക്കി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വൈകുന്നേരം 6 മണിക്ക് റെഡി ആയിട്ട് വന്നാൽ മാത്രം മതി. എയർപോർട്ടിലേക്കുള്ള യാത്ര പോലും ഞങ്ങളുടെ വകയാണ്. മാഡം, നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയുള്ള ഫ്രീ ലഗേജുകളാണിത്. നിങ്ങൾ ഈ റോയൽ വണ്ടിയിൽ എയർപോർട്ടിലേക്ക് വരുവാൻ റെഡിയാണല്ലോ അല്ലേ? പിന്നെന്താ, തീർച്ചയായും ഡ്രസ് ഫ്രീ, ലഗേജ് ഫ്രീ, ടിക്കറ്റ് ഫ്രീ. മൊത്തത്തിൽ ഞാൻ ടെൻഷൻ ഫ്രീ ആണ്. അല്പസമയത്തിനുള്ളിൽ ഫണ്ടൂഷ് നഗർ കടന്ന് ഇത് പറന്നു പോകും. കാറ്റിൽ നൃത്തം ചെയ്യുന്ന മയിലിനെയും നാട്ടിൽ വിലസി നടക്കുന്ന കള്ളനെയും ആർക്കും പിടിക്കാനാകില്ല മോനെ. അല്ലിത് ആരുടെ വണ്ടിയാണോ? ഇതെന്റെ വണ്ടിയാണ്. ഞാനിപ്പോ പോകുവാ. ടിംബക്ടു റഫു ചക്കർ ട്രാവൽ ഏജൻസി എനിക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് എടുത്ത് തന്നേക്കുവാ. ഇന്ന് രാത്രി എനിക്ക് ഫ്ലൈറ്റ് ആണ്. റഫു ചക്കർ ട്രാവൽസോ? അങ്ങനെ ഒരു ഏജൻസി ഫണ്ടൂഷ് നഗറിൽ എപ്പോഴാ തുറന്നേ? ഞങ്ങൾക്കൊരു ഫ്രീ ലഗേജും എയർപോർട്ടിലേക്ക് ഒരു യാത്രയും ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കാം. ഓ, ഇവരിത് സംസാരിച്ച് കുളമാക്കുന്ന ലക്ഷണ. എക്സ്ക്യൂസ് മീ മാഡം, നമ്മള് വല്ലാതെ ലേറ്റ് ആകുന്നുണ്ട്. എന്തായാലും ബല്ലയുടെ വണ്ടി ചെക്ക് ചെയ്യുന്നില്ല. ഓ, രക്ഷപ്പെട്ടു. നിങ്ങളെല്ലാവരും ഒരു കാര്യം കേട്ടോ, ഞാനൊരു വെക്കേഷന് പോവാ. നിങ്ങളെല്ലാവരും വളരെ കെയർഫുൾ ആയിരിക്കണം. കള്ളൻ ഡയമണ്ട് കൊണ്ട് ഫണ്ടൂഷ് നഗർ വിട്ട് പോകാൻ പാടില്ല. പോലീസ് മാഡം, ഒരു കാര്യം എനിക്ക് കൺഫേം ആണ്. ആ ഡയമണ്ട് ഈ വണ്ടി തന്നെയുണ്ട്. എന്താ പറയുന്നേ? ബല്ലെ, നിനക്ക് സംശയമാണോ? ബെല്ലാങ്കിളിനെ അല്ല, ആ റഫു ചക്കർ ഏജൻസിയുടെ ഡ്രൈവറിനെ എനിക്ക് സംശയം. ഈ വണ്ടി ഇമ്മീഡിയറ്റ് ആയിട്ട് സ്കാൻ ചെയ്യണം. അതിനനന്തരവാ, നമ്മുടെ കയ്യിൽ ഇപ്പൊ സ്കാനിങ് മെഷീൻ ഒന്നും ഇല്ലല്ലോ. ഇത് നമുക്കറിയാം, പക്ഷേ ഡ്രൈവറിനെ അറിയില്ലല്ലോ. നിന്നേ ബല്ലയൊന്ന് ഇറങ്ങിക്കേ. നിങ്ങളുടെ വണ്ടി ഞങ്ങൾക്കൊന്ന് സ്കാൻ ചെയ്യണം. അതിപ്പോ എന്താന്ന് വെച്ചാ ചെയ്തോളൂ, പക്ഷെ വേഗം ചെയ്യൂ. എനിക്ക് ടിംബക്ടുവിലേക്ക് പോകാനുള്ളതാ. ഡയമണ്ട് അവര് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സ്ഥലം വിടുന്നതാ ബുദ്ധി. എന്റെ സംശയം ശരി തന്നെയാണ്. അവൻ തന്നെയാ കള്ളൻ. ആ സ്യൂട്ട് കേസിൽ ഡയമണ്ട് ഉണ്ട്. പിടിക്കാവനെ. അല്ല, ഇതെന്താ പറ്റിയേ? അപ്പൊ നമ്മുടെ ട്രിപ്പ് ഒക്കെ കാഞ്ഞു പോയാ? അതെ, ടിംബക്ടുവിലേക്ക് നിങ്ങൾക്ക് ഒരു ഫ്രീ ടിക്കറ്റും കിട്ടിയിട്ടില്ല. ഈ കള്ളൻ നിങ്ങളെയൊക്കെ പറഞ്ഞു പറ്റിച്ചതാണ്. എങ്കിലല്ലേ അവന് ഡയമണ്ട് ഫണ്ടൂഷ് നഗറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ഞാൻ ആ കള്ളനെ വെറുതെ വിടില്ല. നീ വാ പമ്മി. പോത്തിന്റെ വാലെ പിടിച്ച് വലിച്ചതുപോലെ നിങ്ങൾ ഇതെങ്ങോട്ടാ വലിഞ്ഞു കേറുന്നേ?
നിന്നെ ഞാൻ ആ, ആ, ആ. ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഈ ടയർ ഉരുട്ട് വരുന്നു. ഈ കാലിമാർ ഡയമണ്ട് എന്റെ ജീവനും കൊണ്ട് പോലും തോന്നണേ. അപ്പൊ നമ്മുടെ ട്രിപ്പ് ക്യാൻസൽ ആയോന്നേ. പോത്തിന്റെ വാല് പിടിച്ച് വലിച്ചു പോലെ നിങ്ങൾ എന്തിനെങ്ങനെ കിടന്ന് ടെൻഷൻ ആവുന്നേ? ഇവനെ ജയിലിൽ കൊണ്ടാക്കിയിട്ട് ഇനി മറ്റു പരിപാടിയുള്ളവാടാ. ഈ ഡയമണ്ടിന്റെ തിളക്കം ആർക്കും മറക്കാനാവില്ല. ഓക്കെ അല്ലേ അമ്മവാ? അതെ പെർഫെക്റ്റ് ഓക്കേ.